സ്വാഗതം. തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി തുമ്പി കിച്ചൺ പരിപാടി ചെയ്തിട്ട്, കാരണം ഞങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒരു വീഡിയോയും ഞങ്ങൾക്ക് ശരിക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫോൺ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് നാളോട് ഫോൺ ഇല്ലാതിരുന്നപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങിച്ച് അതിൽ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. കിച്ചൺ പരിപാടിയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ ഒരു കണവ ഇപ്പോൾ കൊണ്ടുവന്നു. അത് ഞങ്ങൾ ഒന്ന് വരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കണവ വരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് കേട്ടോ ചാച്ചൻ കണവ കൊണ്ടുവന്നത്. അങ്ങനെ അമ്മ കണവ എല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് വഴട്ടുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ 2 സവാളയോ അല്ലെങ്കിൽ 3 സവാളയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സവാള എടുത്ത് നല്ലതുപോലെ അരിയണം. 3, 4, 5 തണ്ട് കരിയാപ്പില വേണം. പിന്നെ ആണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് വേണം. അമ്മ ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വറ്റൽമുളക് വേണം. പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് കാന്താരിയാണ് ഞങ്ങളിവിടെ എടുക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാം, കാന്താരി എടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം എന്നറിയാമോ? ഇതിനെല്ലാം കൂടി ഈ വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ പാൻ അടുപ്പേ വെച്ചു അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി വെളിച്ചെണ്ണ ചൂടാവുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേന് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എനിക്ക് പേടിയാണ് കേട്ടോ. വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒത്തിരി ക്ലാരിറ്റി ഒന്നും ഇല്ല, അതൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ 3-4 തണ്ട് കരിയാപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഈ കടുകും ഈ വറ്റൽമുളകും ഇട്ടതിനകത്തേക്ക് നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കണം. കരിയാപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ വെളുത്തുള്ളി ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ പിന്നെ പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് മൂത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയല്ല ഇട്ട് കൊടുക്കണം. എന്തൊക്കെയാണെന്ന് മനസ്സിലായ കടുകും വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്തായിരുന്നു കറിവേപ്പില, ഇത്രയും കൂടെ ആയിട്ടാ. മനസ്സിലായില്ലെങ്കിലോ? അതിനുശേഷം നമ്മുടെ ഈ കുഞ്ഞു കാന്താരി ഇല്ലേ, കാന്താരി ആയാലും പച്ചമുളകായാലും മതി. കാന്താരി ഇപ്പോൾ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത കാന്താരി ഉണ്ട്, പച്ചയുണ്ട്. കാന്താരി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കേട്ടോ നമ്മുടെ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അത് ഇത്രയും വാടുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം. ഇളക്കി കൊടുക്കണമേ. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില തന്നെ ഇടുമോ? കറിവേപ്പില ഇടത്തില്ല കേട്ടോ. ഇത്രയും കരിവേപ്പില മതി. വഴറ്റാൻ നേരത്ത് ഇട്ട കരിവേപ്പില മാത്രം മതി കേട്ടോ. പിന്നെ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. വഴറ്റണം. എന്നിട്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്. അമ്മയ്ക്ക് കൈയാണ് അളവ്, അപ്പം അത്ര ഉപ്പിട്ട് കൊടുക്കണം. ചിലപ്പം ഉപ്പിടുമ്പോൾ അമ്മ ഉപ്പിടുമ്പോൾ ഒക്കെ കറക്റ്റ് ആവും. ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അമ്മ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ വഴലാനുണ്ട്. എന്നാലേ നമുക്ക് ഈ പൊടിവർഗ്ഗങ്ങളൊക്കെ ഇതിനകത്തൊന്നും സെറ്റ് പിടിച്ച് കിട്ടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കണവ ഇവിടെ അമ്മ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് കേട്ടോ.
അപ്പം ഇത് ഞാൻ അതും കൂടി ഇടണം. ഇത്ര കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതും എടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മുളക് പൊടിയാണ് കേട്ടോ. അതിന് ശേഷം മഞ്ഞൾപ്പൊടികൾക്ക് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതൊന്നും അറിയത്തില്ല, അമ്മ തന്നെ ഇതൊക്കെ പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ് അമ്മ പൊടിച്ച് വെച്ച പൊടി തീർന്നു. അപ്പം നമ്മൾ നല്ല സാധനം വാങ്ങിച്ചതാണ് കേട്ടോ പൊടി. പിന്നെന്താ അമ്മ, പിന്നെ കറി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ കണവയ്ക്ക് എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിവിടെ കണവയ്ക്ക് കണവയെന്നും പറയും. പിന്നെ ഞാൻ കൂന്തൽ എന്ന് കേട്ടിട്ടുണ്ട്. അത് കണവയ്ക്കാണോ കൂന്തൽ എന്ന് പറയുന്നതെന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇത്രയും എന്തൊക്കെയായിരുന്നു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കണവ ഇട്ട് കൊടുക്കാം. വെട്ടി കഴുകി വെച്ചിരിക്കുന്ന കണവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പ് അമ്മ ഇട്ടുള്ളൂ. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് അമ്മ ഉപ്പിട്ടത്. 1 നൂറ് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നുള്ളുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആയി. പരുവത്തിനുണ്ടല്ലോ, കൈ പോയേ ഉണ്ട്. ഇനി അതമ്മ നല്ലതുപോലെ ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. 8 മണിയൊക്കെ ആയി, എന്നെങ്കിലും നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടേ. ഇതൊന്ന് വെന്ത് കഴിയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഏകദേശം നമ്മുടെ കണവ തണ്ടേ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അമ്മയാണെങ്കിൽ ഇത് ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് പറിച്ചുകൊണ്ട് വന്നേക്കാണോ അമ്മ, പറിച്ചുകൊണ്ട് വന്നേക്ക് ചിക്കന് നമ്മുടെ ഈ രസത്തിനകത്ത് സാമ്പാറിനകത്തൊക്കെ ഇട്ടിടും കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ മല്ലിയില എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ ഇതിനകത്ത് നല്ല മണമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ കൃഷി തന്നെയാണെന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇതും കറിവേപ്പില ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇത് അമ്മ എവിടെ നിന്നാണ്, ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിലുള്ള വീട്ടിൽ നിന്നാണ് ഇതമ്മ കൊണ്ടുവന്നത് കേട്ടോ. നല്ല അടിപൊളിയാണ്. വെന്തോ അമ്മ? അപ്പോൾ ഏകദേശം വാങ്ങിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു നല്ല വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.